ഗൈസ്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏർ, അടുത്ത് വരാൻ പോകുന്ന വിജമിൽ വരാൻ പോകുന്ന റോയൽ പാസിന്റെ റിവാർഡിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുവാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, അത് കൂടാതെ അടുത്ത സീസണിൽ വരാൻ കിട്ടാൻ പോകുന്ന ഔട്ട്ഫിറ്റുകൾ, ഗണ്ണുകൾ ഏതൊക്കെയാണെന്നും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറി വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും വെച്ചമാരെ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറുമാണ്, നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കമന്റും രേഖപ്പെടുത്തുക. കാരണം ഞാൻ എന്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റായി രേഖപ്പെടുത്തണം വെച്ചമാരെ. അപ്പൊ നമുക്ക് ആദ്യം സീസണിൽ എന്തൊക്കെയാണ് നമുക്ക് റിവാർഡുകൾ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാല് സീസണിൽ നമുക്ക് ഏതൊക്കെ ഔട്ട്ഫിറ്റുകളാണ്, എന്തൊക്കെ റിവാർഡുകൾ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സീസൺ എടുത്ത് നോക്കാം. സീസണിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതൊക്കെ ആക്കിയിട്ടോണ്ടിരിക്കുന്നത് എന്തൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട്, അത് നമ്മൾ നോക്കണ്ട. പിന്നെ കേസ് റിവാർഡ് അതൊക്കെ കളക്ട് ചെയ്തെടുക്കാം, അതൊക്കെ അടക്കട്ടെ. നമുക്ക് റിവാർഡുകളല്ല നമുക്ക് നോക്കണ്ട ആദ്യം. ഞാൻ ഇപ്പൊ ഗോൾഡ് ടയറിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഗൈസ്. ഇതാണ് നമുക്ക് ഗോൾഡ് ടയർ അച്ചീവ് ആയി കിട്ടുന്ന നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് ആണ്. എന്തായാലും വിജമയിൽ ഒരുവിധ പ്ലേയേഴ്സ് ഒക്കെ മറ്റേ കോങ്കർ അടിച്ചവരും അല്ലെങ്കിൽ മറ്റേ ഡോമിനേറ്റർ അടിച്ചവരൊക്കെ കയറുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. അതൊന്നും ഗോൾഡ് ടയറിലൊന്നും കളിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. ഇതാണ് ഔട്ട്ഫിറ്റ്. പ്ലാറ്റിനം ടയർ അടിക്കുമ്പോൾ നമുക്കൊരു ഡൗൺലോഡ് ആക്കിയില്ല, ഒരു സൺഗ്ലാസ് കിട്ടും മച്ചന്മാർ. ഇതാണ് ആ സൺഗ്ലാസ്. പിന്നെ ഡയമണ്ടിൽ അടിക്കുമ്പോൾ ഒരു T90S25 ക്യൂബിയുടെ ഒരു ഗണ്ണ് കിട്ടും. ഇതാണ് ക്യൂബിന്റെ ഒരു സ്കിന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വെറുതെ കിട്ടുമ്പോ പിന്നെ നമുക്ക് ഇതാക്കാലോ. പിന്നെ ഒരു 3 പൊട്ടസം കാർഡ് കിട്ടും. ടയർ പൊട്ടസം കാർഡ് മറ്റേ ഈ കോങ്കർ ബൂസ്റ്റ് ചെയ്യുന്ന മറ്റവർക്ക് അത് ഉപകാരമാവും. ക്രൗണിൽ അടിച്ചു കഴിഞ്ഞാല്, മറ്റേ ഏസ് അടിച്ചു കഴിഞ്ഞാല് ഒരു മാസ്ക് കിട്ടും. ഔട്ട്ഫിറ്റിന്റെ മാസ്ക്. പിന്നെ മാസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഹെഡ് ഗിയർ കിട്ടും. രണ്ട് ഉണ്ട കെട്ടിവെച്ച പോലത്തെ ഹെഡ് ഗിയർ. പിന്നെ ഡോമിനേറ്റർ അടിച്ചു കഴിഞ്ഞാല്, പിന്നെ ഡോമിനേറ്റർ അടിച്ചു പിന്നെ എന്താ കോങ്കർ അടിച്ചു കഴിഞ്ഞാല്, കോങ്കർ അടിച്ചാലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, കറങ്ങുന്ന സംഭവം, അത് ഒഴിവാക്കിട്ടോ. കഴിഞ്ഞ സീസണിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സംഭവം. ഈ സീസണിൽ നോർമൽ ആയിട്ടുള്ള തന്നെ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കോങ്കർ അടിച്ചാലുള്ള ഇതൊക്കെ അറിയാലോ. അപ്പോ സീസണിലെ റിവാർഡുകൾ വന്നാൽ ഇത്ര കൊള്ളു അച്ഛന്മാരെ. നമുക്ക് ഇനി ആർപിയിലേക്ക് കിടക്കാം. ആർപിയിൽ എന്തൊക്കെയാണ് ഉള്ളത് ഒക്കെ നമുക്ക് നോക്കാം. അല്ല, സീസണിൽ പിന്നെ ഒരു സംഭവം കൂടി അയക്കണമെന്ന് സംശയം ഉണ്ട്. നോക്കിയിട്ടേക്കാം നമുക്ക്. സൈക്കിളിന്റെ ഇത് നോക്കാം. സൈക്കിൾ സാറ്റിസ് ഇതൊന്നും ഞാൻ കളിക്കാത്തോണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. സൈക്കിൾ റിവാർഡില് ഒരു ഹെൽമെറ്റ്, ഇതൊരു എർഗീരാണ്, മെറ്റിക്കാണ്, ഒരു എർഗീരാണ്. പിന്നെ ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. ഡൗൺലോഡ് ആക്കിയില്ല. ഡൗൺലോഡ് ആക്കിയിട്ട് നമുക്ക് മൊത്തം ഡീറ്റെയിൽസ് കാണിച്ചാൽ ഈ ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. അതെന്താ വെച്ചാൽ അത് 3 സീസണിൽ ഏസ് അടിക്കാൻ, ഗ്രൗണ്ട് അടിക്കാൻ നോക്കണം എന്തുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അതാണ് ഈ പ്രാവശ്യം. ഇതാണ് ഈ സാധനമാണ്. ഇതാണ് അതിന്റെ ഞാൻ പറഞ്ഞ ഹെൽമെറ്റ് പോലത്തെ സംഭവം. മാസ്കും ഹെൽമെറ്റ്. മുമ്പ് ഹെൽമെറ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ ഹെൽമെറ്റ്. പിന്നെ ഇതാണ് അതിന്റെ ഗ്ലൈഡർ. ഗ്ലൈഡർ ആണ് ഗ്ലൈഡർ. 4 ഗ്ലൈഡറായി കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. നമുക്ക് നേരെ ഇനി റോയൽ പാസിലേക്ക് കിടക്കാം. കിടക്കുകയാണെങ്കിൽ ഇതാണ് മച്ചന്മാരെ നമ്മുടെ റോയൽ പാസ്. നെക്സ്റ്റ് വരാൻ പോകുന്ന റോയൽ പാസ്. ഇത് നമുക്ക് ലെവൽ 1 അടിച്ചാൽ കിട്ടുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. കുറച്ചും കൂടി തുണി എവിടെയെങ്കിലൊക്കെ വെച്ച് ഒപ്പിക്കുകയും മുതലാളിക്ക്. ഇതിപ്പോ അവിടെ ഇവിടെയൊക്കെ കാഴ്ച വരുന്ന ഒരു ഔട്ട്ഫിറ്റ്. അതിന്റെ എർഗീരാണിത്. എർഗീർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരിക്കും. നമ്മുടെ സാറാക്കിന്റെ ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ എർഗീർ വെച്ച് കൊടുത്താൽ അടിപൊളിയാവും. പിന്നെ ഇതൊക്കെ എല്ലാ കാര്യം സംഭവം തന്നെ. ഒരു മിനിമേറ്റർ കിട്ടില്ല, ഒരു ടൂലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ കാര്യമായിട്ടുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ ലെവൽ 10 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗൈഡർ കിട്ടും. ഇത് ലെവൽ 1, ലെവൽ 2 ഒക്കെ കിട്ടും. ഇത് ലെവൽ 1, ഇത് ലെവൽ 2, ലെവൽ 3 അങ്ങനെ 3 ടൈപ്പിലുണ്ട്. ഇത് മുമ്പൊക്കെ അങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് നമുക്ക് കിട്ടും, പക്ഷെ ആ ഇവന്റ് വരെ ഉണ്ടാവുള്ളൂ. ഇവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതുമ്പോ നമ്മളെ സ്വാഭാവികമായിട്ട് പോകും. പിന്നെ ഡീപ്പിന്റെ ഗണ്ണ് കിട്ടുന്നുണ്ട്. സാധാ ഗണ്ണാണ്. നല്ലൊരു സ്കിന്ന്, കുഴപ്പമില്ല. ഒരു രസമുണ്ട്. ആർ പിയിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ. പിന്നെ നമുക്ക് 15-ൽ എത്തുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ഇമോട്ട് കിട്ടും.
ഇമോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ലൊരു അടിപൊളി ഇമോട്ട്. പിന്നെ ഇതാണ് നമ്മളെ പ്ലെയിന്റെ സ്കിന്ന്. ഇതും രസമുണ്ട്, കാണാൻ രസമൊക്കെ ഉണ്ട്. കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 20 എത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽമെറ്റ് കിട്ടും മച്ചന്മാരെ. ഇതാണ് ഹെൽമെറ്റ്. ഇത് ലെവൽ 3 ആണ്. ഇത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഒരു പൂച്ച സാറിന്റെ ഇത് എന്ന് വെച്ചാൽ പൂച്ച തന്നെ, അല്ല പൂച്ചയല്ല, വോൾഫ്, സോറി സോറി സോറി, വൂഫ്, മറ്റേ എന്താ പറയാ നമ്മള് ചെന്നായിന്റെ മോഡൽ. ഇത് പൂച്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്, ചെന്നായി എന്നെ പോലെ എന്തോ പറയുന്നത്, പൂച്ചയായിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ലെവൽ 25 എത്തി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്കൊരു പാരച്യൂട്ട് കിട്ടും. ഇത് പൂച്ച തന്നെയാണ് മച്ചന്മാരെ, പൂച്ചന്റെ ഒരു പാരച്യൂട്ട് കിട്ടും. പൂച്ചന്റെ കളർ ഫ്രീ ആർ പി യിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായിട്ട് വർത്താണ്, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ സീസണിൽ കിട്ടിയ പോലെ തന്നെ ഇങ്ങനെ ഒരു കാർഡ് കിട്ടും. ഇത് കറക്കാനുള്ളത്, ഫ്രീ ആയിട്ട് കറക്കാനുള്ള ഒരു കാർഡ് കിട്ടും. പിന്നെ നമുക്ക് മെറ്റിക്ക് എംബ്ലം ഇതാക്കാനുള്ള ഒരു സാധനം, ഫ്രാഗ്മെന്റ് കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ 30 എത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാർഡ് കിട്ടും, അറിയാലോ നമുക്ക്, മറ്റേ കളർ ഇതാക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കാർഡ്. പിന്നെ നമുക്ക് ഈ ഒരു ഷോട്ട് ഗൺ, പിസ്റ്റലിന്റെ ഒരു ഷോട്ട് ഗൺ ഉണ്ടല്ലോ, അതിന്റെ ഒരു സ്കിന്ന്. ഇത് എന്തിനാ അവർ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇന്ന വരെ ഈ ഗണ്ണൊന്നും യൂസ് ചെയ്തിട്ട് പോലുമില്ല. ഈ വല്ല യൂസ് ചെയ്യുന്ന ഗണ്ണിനൊക്കെ സ്കിൻ കൊണ്ടുവന്ന കാര്യമുണ്ട്, ഇങ്ങനത്തെ ഗണ്ണിനൊക്കെ സ്കിൻ കൊണ്ടുവന്നിട്ട് എന്തിന്റെ കാര്യമാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെട്ട വെച്ചാൽ പറഞ്ഞു. ഞാൻ ഇതുവരെ ഈ ഗണ്ണ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് നമ്മളെ ഈ ഇമോട്ട് ഗൈസ്, മെറ്റിക് ഇമോട്ട്. നമ്മളെ പൂച്ചസാന്റെ ഒരു മോഡൽ പോലത്തെ ഇമോട്ട്. സംഭവം നൈസ് ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതുവരെ ഇപ്പൊ കുറച്ച് കാലം കൊണ്ടുവന്നതിന് വെച്ച് നല്ലൊരു ഇമോട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഇതാണ് 30 40 നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് കിട്ടും. ഇതാണ് മച്ചന്മാരെ ഔട്ട്ഫിറ്റ്, കണ്ടോ? ഇതാണ് നമ്മളെ ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ മെറ്റിക് ഔട്ട്ഫിറ്റ് ആണ്. 30 കിട്ടുന്ന മെറ്റിക് ഔട്ട്ഫിറ്റ് ആണ്. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ളവർക്ക് ഒരു ഹെഡ് ഗിയർ കിട്ടും, കണ്ടോ? ഒരു ബാക്കോട്ട് മുടിയൊക്കെ നീട്ടിയിട്ടുള്ള ഒരു ഹെഡ് ഗിയർ കിട്ടും 45 എത്തി കഴിഞ്ഞാല്. പിന്നെ എല്ലാരും കാത്തു നിൽക്കണ ആ ഒരു അപ്ഗ്രേഡ് ഗണ്ണ് ആണ് മച്ചന്മാരെ. ഇത് കാലങ്ങൾക്ക് ശേഷം ഒരു AR-ന്റെ ഒരു അപ്ഗ്രേഡ് ഗൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അതും സ്കാനൽ മച്ചന്മാരെ. എല്ലാവരും കാത്തിരുന്ന സംഭവമാണ് സ്കാനലിന്റെ ഒരു അപ്ഗ്രേഡ് ഗണ്ണാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത സീസൺ മുതൽ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ ഒരു അപ്ഗ്രേഡ് ഗൺ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം അതിന്റെ ഫൈനൽ ഫോം ഇതൊക്കെ കാണിച്ചത്. ഇതാണ് മറ്റന്മാർ അതിന്റെ ബേസിക് ഫോം. അഡ്വാൻസ് ഫോമിലേക്ക് വരുമ്പോൾ ഇതാണ് അതിന്റെ അഡ്വാൻസ് ഫോം. ഇതിന്റെ കിൽ മെസ്സേജ് ആണിത്. നൈസ് കിൽ മെസ്സേജ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു കിൽ മെസ്സേജ് ഒക്കെ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്യും, ഉറപ്പാണ്. കാരണം എനിക്ക് ഒരു AR ഗണ്ണിൽ ആകെ എനിക്ക് ഒരേ ഒരു അപ്ഗ്രേഡ് ഗൺ മാത്രമേ ഉള്ളൂ. അത് AKM-ന്റെ ആണ്. ലെവൽ 5 ആണ് ഉള്ളത്, സോറി ലെവൽ 4 ആണ്. അപ്പോൾ സ്കാരലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഗണ്ണുകളിൽ ഒന്നാണ് സ്കാരൽ, AKM, സ്കാരൽ, 4. ഈ 3 ഗണ്ണുകളാണ് ഞാൻ അധികം യൂസ് ചെയ്യല്. അതിൽ AKM എനിക്ക് അപ്ഗ്രേഡ് ഒരു ഗണ്ണുണ്ട്, ഒരു ഐസിന്റെ ഒരു ഗണ്ണുണ്ട്, അത് ലെവൽ 4 ആണ്. സ്കാരലിനും കിട്ടും. അപ്പൊ ഞാൻ എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഈ സ്കാരൽ ഗണ്ണ് ഞാൻ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. 100% ചുവരാണ് ഈ ഗണ്ണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഗണ്ണും കൂടിയാണിത്. അപ്പോൾ ഇതാണ് അച്ഛന്മാരെ ഫൈനൽ അഡ്വാൻസ് ഫോം. പിന്നെ കിൽ മെസ്സേജ് കാണാൻ നല്ല രസമുണ്ട്. ഒരു കുഴപ്പമില്ല, ഒരു വിജയക്കാരെ കുറ്റമാനും പറ്റില്ല, നല്ല രസമുണ്ട്. ഒരു കൊണ്ടുവന്നതിന് വെച്ച് നല്ല അടിപൊളി ഒരു അപ്ഗ്രേഡ് ഗണ്ണ് വേണമെങ്കിൽ പറയാം, ഏത് റോയൽ പാസിൽ. പിന്നെ അങ്ങനെ 50ന്റെ റിവാർഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ അടുത്തേക്ക് ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ പോവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെ മറ്റേ ആ കോയിനും മറ്റേ അതൊക്കെ വീടിന്റെ കിട്ടുന്നൊക്കെ. ഇതാണ് 55 ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇമോട്ടാണ് വെച്ചാൽ പറഞ്ഞത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇമോട്ടൊക്കെ അടിപൊളിയായിക്കാട്ടോ അവർ കൊണ്ടുവരുന്നത്. ഇന്ന് വരെ ഞാൻ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അടിപൊളി ഇമോട്ടുകൾ വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്ന ഇമോട്ടാണ്. പിന്നെ ഒരു Min94ന്റെ ഒരു എന്താ പറയാ ഒരു സ്കിൻ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ബാഗ്, ഇതാണ് മച്ചാനെ ബാഗ്. പൂച്ചസാന്റെ ബാഗ് ആണ്. ലെവൽ 1 ഇതാണ്, ലെവൽ 2 ഇത്, ലെവൽ 3. ഒരു പൂച്ചസാന്റെ ബാഗ് ആണ്. പിന്നെ നമുക്ക് അടുത്തയിലേക്ക് വരാനുള്ളത് പിന്നെ ഇത് കിട്ടും. ഒരു 60 ഇതിന്റെ കിട്ടാനുള്ള കറക്കാളുമ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും കിട്ടിയ അറിയാമല്ലോ, ആ സാധനമാണ് ഇത്. പിന്നെ ഇതാണ് മറ്റേ എന്താ പറയാ അവതാർ. ഇത് മറ്റേ ഓർണമെന്റ്, എല്ലാവർക്കും ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. ആ സാധനം എല്ലാ സീസണിലും തരുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു RP 70 ഫ്രീ ആയിട്ട് ഒരു ഔട്ട്ഫിറ്റ് കിട്ടുന്നുണ്ട് അച്ഛന്മാരെ. ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഔട്ട്ഫിറ്റ്.
ഫ്രീ ആയിട്ട് കിട്ടുന്ന ഔട്ട്ഫിറ്റ് ഒക്കെ അടിപൊളിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. വർത്താണ്, നല്ല അടിപൊളി ഔട്ട്ഫിറ്റ്, നല്ലൊരു ബനിയനൊക്കെ ഡിസൈനൊക്കെ ഉള്ള ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ USന്റെ ഒരു സ്കിന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനം. ഒരു എല്ലും കഷ്ടം വായിൽ കടിച്ചു പൊട്ടിക്കുന്ന ഒരു പൂച്ച സാധനവും, രണ്ട് ഐസ്ക്രീമും, പിന്നെ ഫ്രണ്ടിൽ ഇതൊക്കെ ആയിട്ട് ഒരു കിട്ടുന്ന സാധനം, ഒരു കളർഫുൾ USന്റെ സ്കിന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ഒരു USന്റെ സ്കിൻ ഉണ്ട്. അതിന് സ്കിന്ന് ഉണ്ടോന്ന് നോക്കണമെങ്കിൽ ഒന്ന് എന്താ പറയുക, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ അതിന് സ്കിന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഏഹ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് അടിപൊളിയാണ്, നല്ല നല്ല നൈസ് സാധനം. പിന്നെ നമുക്ക് ഇങ്ങനെ പറക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടാൻ റിവാർഡ് പറഞ്ഞാല് 80 എത്തി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്കൊരു S9 897 ഒരു ഷോട്ട് ഗണ്ണിന്റെ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട്, ഫ്രീ ആണ്. പിന്നെ ഒരു സ്റ്റോൺ ഗ്രനേഡിന്റെ ഒരു സ്കിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എംബയിൽ ഒരു ഇമോട്ടാണ്, മെറ്റിക് ഇമോട്ടാണ്. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇത് സംഭവം പെട്ടി കിട്ടു. പിന്നെ ഒരു ഗ്രോസന്റെ ഒരു 90 ഗ്രോസന്റെ ഒരു അടിപൊളി സ്കിന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ, ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ആ പൂച്ച ഗ്രോസന്റെ നടുക്ക് പൂച്ചസാറ് ഇരിക്കുന്ന ഇത് കണ്ടില്ലേ? ഈ സ്കിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്കിന്ന്, ഗ്രോസന്റെ അടിപൊളി സ്കിന്ന്. ഒപ്പിക്കാൻ പറ്റിയ സ്കിന്ന്, നല്ല നല്ല അടിപൊളി സ്കിന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ടു സ്കിന്ന്. പിന്നെ 90 94 ഇവിടൊക്കെ നമുക്ക് സാധാ നോർമൽ ആയിട്ട് റിവാർഡ്. പിന്നെ 99 100 എത്തി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന RP ഔട്ട്ഫിറ്റ് ആണ് ഗൈസ് ഇത്. അതിന്റെ ഇമോട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതാണ് 100 എത്തിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന RP ഔട്ട്ഫിറ്റ്. ഒരു വാലൊക്കെ ബാക്കിൽ വെച്ചോട്ട് ഒരു RP ഔട്ട്ഫിറ്റ്. ഏത് എന്താ പറയാ ഈ ഔട്ട്ഫിറ്റ് നോക്കിയിട്ട്, എനിക്കൊന്നും പറയാനില്ല. കുറച്ചും കൂടി അവർക്ക് നന്നായിട്ട് ഒരു ഇതാക്കി കൊണ്ടുവരാമായിരുന്നു എനിക്ക് തോന്നിപ്പോകുന്നു RP ഔട്ട്ഫിറ്റ് ഒക്കെ. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ RP ഔട്ട്ഫിറ്റ്. 100 RP ആയാൽ കിട്ടുന്ന ഈ മെറ്റിക് ഔട്ട്ഫിറ്റ് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതിലൊരു 100-ലൊരു 45 മാർക്കൊക്കെ കൊടുക്കും. നിങ്ങളെ കമന്റ് രേഖപ്പെടുത്തും നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കണമൊക്കെ. അപ്പൊ മച്ചന്മാരായി പിന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന റിവാർഡുകൾ പറഞ്ഞാല് ഓപ്പൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരാനുള്ള റിവാർഡുകൾ. ഇത് തന്നെയാണോ നമുക്ക് തരാൻ പോണേ നമുക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേമാതിരി ഞാൻ വീഡിയോ ചെയ്തപ്പോ അതിൽ റിട്ടേൺ ആയിട്ട് വന്ന റിവാർഡുകളല്ല, പബ്ജിയിൽ കൊടുത്ത് വന്ന റിവാർഡുകളല്ല നമുക്ക് BGMI വന്നത്. അപ്പോൾ അതിൽ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ആവുമോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ BGMI ഇതാണ് ഒരു റിട്ടേൺ ആയിട്ട്, ഒരു സോറി പബ്ജിയിൽ ഇതാണ് ഒരു റിട്ടേൺ ആയിട്ട് കൊണ്ടുവന്ന റിവാർഡുകളൊക്കെ. അതില് ഈ റിവാർഡൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. ഇതുണ്ട് എൻ്റെ കയ്യിൽ, ഇതുണ്ട്, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. ഈ ഔട്ട്ഫിറ്റ് ഒക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. ഇനിയിപ്പോ ഒരു ഇല്ലാത്ത മുമ്പൊക്കെ ചിലപ്പോ ഇത് തന്നെ കൊണ്ടുവരണമെന്ന് ഉണ്ടാവില്ല, വ്യത്യാസം ഉണ്ടാവും. എന്നാലും BGMI പബ്ജിയിൽ ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നത് റിട്ടേൺ ആയിട്ട്. മുമ്പൊക്കെ ഇനിയിപ്പോ വ്യത്യാസം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്ന കാര്യം. പക്ഷെ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് ഇട്ടതായിരുന്നു. പക്ഷെ അന്ന് മറ്റേ ആ സാധനം നല്ല ഒരു കൊണ്ടുവന്നത്, അവർ അതിന് പകരം വേറെന്താണ് കൊണ്ടുവന്നത്. അപ്പോ ഇതന്നെ ആവണമെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിതാ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന മറ്റന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുറെ റിവാർഡുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഇമോട്ട്, ഓ അടിപൊളി ഇമോട്ട്. ഈ ഇമോട്ടൊക്കെ ഓർക്ക് മറ്റേ റോയൽ പാസ് തന്നുകൂടെ? ഓന് ഇമോട്ടൊക്കെ തരുന്ന പകരം ഇങ്ങനത്തെ ഒരു ഇമോട്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഇമോട്ടൊക്കെ വന്നത്. ഇതൊക്കെ ഒരു 900 യൂസ് കൊണ്ട് നമ്മൾ വാങ്ങണം. പിന്നെ ഒരു ഒരു ഹെലികോപ്റ്റർ സ്കിൻ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു പെട്ടി ഉണ്ട്. ആ പെട്ടിയിൽ പിന്നെ നമുക്ക് അറിയാലോ ഗീരും മറ്റേ മറിച്ചൊക്കെ. ഇതൊക്കെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ സാധനങ്ങളൊക്കെ. ബാക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അച്ഛന്മാരെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് കയറി വരുന്ന മച്ചന്മാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ മച്ചന്മാരെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ജസ്റ്റ് വീഡിയോ കണ്ടു പോകുന്നുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം മച്ചന്മാരെ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാണ്, ചാനൽ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം.